യാത്രക്കിടക്ക് കൃഷ്ണഗിരി എത്തിയപ്പോൾ കൊറിയൻ സ്പൈസി ഫെസ്റ്റ് നടക്കുന്നതായിട്ട് ബർഗർ കിങ്ങിൻ്റെ പോസ്റ്ററിൽ കണ്ടു. നേരെ അങ്ങോട്ട് വിട്ടു. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണമല്ലോ. ഇപ്പം ആകെ മൊത്തം കൊറിയൻ മായമാണല്ലോ. ബർഗർ കിങ് മാത്രമല്ല അവിടെയുള്ളത്, KFC, ശരവണ ഭവനും ഒരു ഐസ്ക്രീം പാർലറും പിന്നെ ഒരു ചെറിയൊരു ടീ സ്റ്റാളും ബർഗർ കിങ്ങും അവിടെ ഉണ്ടായിരുന്നു. നല്ല തിരക്കുണ്ടായിരുന്നു എല്ലായിടത്തും. ഞങ്ങൾ ബർഗർ കിങ്ങിൻ്റെ ലക്ഷ്യമായിട്ട് ഞങ്ങൾ നടന്നു. അവിടെ അത്യാവശ്യം തിരക്കുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല കേട്ടോ. നല്ല ആംബിയൻസ് ഉണ്ടായിരുന്നു അവിടെ. പിന്നെ നല്ല സ്പേഷ്യസ് ആയിരുന്നു, കണ്ടില്ലേ? പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് എന്തൊക്കെയാണ് മെനു ഉള്ളതെന്ന് നോക്കി. ഞാൻ ഓർഡർ ചെയ്ത് കൊറിയൻ സ്പൈസി ചിക്കൻ ബർഗറും പിന്നെ കോക്ക് ഫ്ലോട്ടും ആണ് കേട്ടോ. പിന്നെ മീഡിയം ഫ്രൈസും. പിന്നെ അവിടെ സെൽഫ് ഓർഡറിങ് ആയിരുന്നു. കിയോസ്കിനിലേക്ക് പോയി എനിക്ക് ആവശ്യമുള്ള ഫുഡൊക്കെ ഞാൻ ഓർഡർ ചെയ്തു. കിയോസ്കിൻ്റെ അടുത്തും നല്ല തിരക്കുണ്ടായിരുന്നു. ഫുഡൊക്കെ ഓർഡർ ചെയ്ത് കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. നല്ല താമസ സൗകര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ നിന്ന് തന്നെ ഫുഡ് കഴിക്കേണ്ടതെന്ന് ഞങ്ങൾ ഡിസൈഡ് ചെയ്തു. പാഴ്സൽ വാങ്ങി. ഞാൻ ആദ്യം കോക്ക് ഫ്ലോട്ട് ട്രൈ ചെയ്ത് നോക്കി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യണത്. പിന്നെ കാറിൽ കയറി ഞങ്ങൾ യാത്ര തിരിച്ചു. അത്യാവശ്യം നല്ല ബ്ലോക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ബാംഗ്ലൂർക്ക് പോകുന്ന ഹൈവേ യാത്ര അത് ഒരു രസമാണ്, കണ്ടില്ലേ? പിന്നെ നമ്മൾ കാറിൽ ഇരുന്ന് തന്നെ ഞാൻ ബർഗർ അങ്ങോട്ട് ടേസ്റ്റ് ചെയ്തു. നല്ല സ്പൈസിയും ഉണ്ടായിരുന്നു കേട്ടോ. സാധാരണ ബർഗറിന് സ്പൈസി എന്ന് പറയുമ്പോൾ സ്പൈസി അങ്ങനെ കൂടുതലില്ല. പക്ഷേ ഈ ബർഗറിന് നല്ല എരിവുണ്ടായിരുന്നു. ആക്ച്വലി എനിക്കിത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പം ഞാൻ അങ്ങോട്ട് ഉമ്മച്ചിക്കും കൊടുത്തു. അപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും കാണാം.